Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ കേട്ടോ. എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ? കഴിച്ചു, മിസ്. മിസ് കഴിച്ചായിരുന്നോ? ഞാൻ കഴിച്ചു. ഓക്കെ, ഞാൻ മൈക്ക് ഓഫ് ചെയ്തോട്ടെ. ഓക്കെ, മിസ്. ഒരു മിനിറ്റ്, എല്ലാവരും വായിക്കുന്നുണ്ട് ഉണ്ടല്ലോ. എല്ലാ ടീച്ചേഴ്സ് എടുക്കുന്ന പാഠഭാഗങ്ങളൊക്കെ വായിക്കുന്നുണ്ടോ? ചാപ്റ്റേഴ്സ് അന്നു തന്നെ വായിച്ചു പോകുന്നുണ്ടോ? വായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് സൈനുകളും കാര്യങ്ങളും ഒക്കെയാണ് പറഞ്ഞു നിർത്തിയത്. അത് ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. Then next one എന്ന് പറയുന്നത് what responsibilities are common for lab manager jobs. അതായത് ഒരു ലാബ് മാനേജറിന്റെ കോമൺ ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ്, അതായത് ഒരു ലാബിൽ പ്രവർത്തിക്കുന്ന ഒരു മാനേജർ, ലാബ് മാനേജറുടെ പ്രധാനപ്പെട്ട അയാളുടെ ജോലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ആണ് ഒരു ലാബ് പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ലാബ് മാനേജർ ചെയ്യേണ്ടതെന്നാണ് നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പോ ഇതിന്ന് ക്വസ്റ്റ്യൻ വരാനായിട്ട് വളരെയധികം ചാൻസ് കുറവാണ്. കാരണം കുറേയധികം ഫാക്റ്റുകൾ ഉണ്ട്, അറിഞ്ഞിരിക്കുക എന്ന് മാത്രമാണ് കേട്ടോ. ഓക്കെ, ഇന്ന റെസ്പോൺസിബിലിറ്റി ആണെന്ന് അറിഞ്ഞിരിക്കുക, അത് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. ചാപ്റ്ററിന്റെ അനശ്വര മോളെ, ചാപ്റ്ററിന്റെ പേര് ലബോറട്ടറി സർവീസ്. ഓക്കെ, ലബോറട്ടറി സർവീസ് എന്നാണ് ചാപ്റ്ററിന്റെ പേര്. ഓക്കെ, എന്ത് പറ്റി കുറച്ച് ദിവസം ക്ലാസ്സിൽ കയറാൻ പറ്റാഞ്ഞത്? വയ്യായിരുന്നോ? ഓക്കെ, ഇപ്പൊ ഓക്കെ ആയോ? കുഞ്ഞിന് വയ്യായിക മാറിയോ? അഡ്മിറ്റഡ് ആയിരുന്നു. ഇപ്പൊ മാറിയോ? കുഞ്ഞ് ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന് കേട്ടോ. അപ്പൊ ഫസ്റ്റ് പോയിന്റ് ഓക്കെ ആയി വരുന്നു. ഓക്കെ, ഞാൻ പ്രാർത്ഥിക്കാം കേട്ടോ, പെട്ടെന്ന് ഓക്കെ ആവാൻ. ഓക്കെ അനശ്വര. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഔട്ട്ലൈൻ, എക്സിക്യൂട്ട് ആൻഡ് സൂപ്പർവൈസ് ദ ലബോറട്ടറീസ് ക്വാളിറ്റി മാനേജ്മെന്റ് പ്രോഗ്രാം. അതായത് ലാബിന്റെ ക്വാളിറ്റി മാനേജ്മെന്റ് പ്രോഗ്രാം രൂപപ്പെടുത്തുക, അത് നടപ്പിലാക്കുക, അതിന്റെ മേൽനോട്ടം വഹിക്കുക. അതായത് വളരെയധികം ഗുണനിലവാരത്തോടു കൂടിയും അല്ലെങ്കിൽ ഗുണമേന്മയോടു കൂടിയുമായിരിക്കണം ലാബ് പ്രവർത്തിക്കേണ്ടത്, അല്ലെ? അപ്പൊ ക്വാളിറ്റി മാനേജ്മെന്റ് പ്രോഗ്രാം അല്ലെങ്കിൽ ലാബില് നല്ല രീതിയിലുള്ള ഒരു ഗുണമേന്മ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഗുണനിലവാരം കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമുകൾ രൂപപ്പെടുത്തുക എന്നുള്ളത് ലാബ് മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അത് രൂപപ്പെടുത്തുക മാത്രമല്ല ചെയ്യുന്നത്, അത് നടപ്പിലാക്കുക, ഇംപ്ലിമെന്റ് ചെയ്യുക, ദെൻ അതിന് സൂപ്പർവിഷൻ കൊടുക്കേണ്ടതും ലാബ് മാനേജറുടെ ഡ്യൂട്ടിയാണ്. എന്താണ് പറഞ്ഞത്? ലാബിന്റെ ക്വാളിറ്റി മാനേജ്മെന്റ്, അതായത് ഗുണനിലവാരം അല്ലെങ്കിൽ ഗുണമേന്മയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്ക് രൂപം കൊടുക്കുകയും അതിന് മേൽനോട്ടം വഹിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുക എന്നത് ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റിയാണ് ആരുടെ? ലാബ് മാനേജറുടെ. ഓക്കെ, ദെൻ രണ്ടാമത്തെ പോയിന്റ് കോൺടാക്ട് വിത്ത് ദ നഴ്സിംഗ് ആൻഡ് അതർ ഹോസ്പിറ്റൽ സ്റ്റാഫ് whenever needed. ഓക്കെ, എന്താണ് ഇത് പറയുന്നത്? അതായത് ആവശ്യമെങ്കിൽ നഴ്സിംഗ് സ്റ്റാഫിനെയും അതുപോലെ തന്നെ ഹോസ്പിറ്റൽ സ്റ്റാഫിനെയും കോൺടാക്ട് ചെയ്യുക. നമുക്ക് പറയാൻ പറ്റില്ല, അതായത് പലതരത്തിലുള്ള പേഷ്യൻസ് ആണ് ലാബിൽ വരുന്നത്, അല്ലെ? അപ്പൊ ഗുരുതര രോഗങ്ങൾ ബാധിച്ചിട്ടുള്ള പേഷ്യൻസ് ഒക്കെ ഇവിടെ വരാം, ലാബിൽ വരാം. ഒരു പല ടെസ്റ്റുകളും ചെയ്തെന്നിരിക്കാം. അപ്പൊ ചിലപ്പോ ഡയറക്റ്റ് ആയിട്ട് രോഗികളോട് എന്ത് ചെയ്യാൻ പറ്റില്ല, അവരുടെ രോഗവിവരം വെളിപ്പെടുത്താനായിട്ട് സാധിക്കില്ല, റയർ ആയിട്ടുള്ള രോഗങ്ങളൊക്കെ ആണെങ്കിൽ. അപ്പൊ എന്താ ചെയ്യുക? അത് ഹോസ്പിറ്റലിലെ സ്റ്റാഫുമായിട്ടോ അല്ലെങ്കിൽ ഡോക്ടേഴ്സുമായിട്ടോ അല്ലെങ്കിൽ നഴ്സുമാരുമായിട്ടൊക്കെ എന്ത് ചെയ്യും?
ഈ വിവരം അവർ ഷെയർ ചെയ്യും. ആര്? ലാബ് മാനേജർ. ഓക്കെ. അപ്പൊ ആവശ്യമെങ്കിൽ നഴ്സിംഗ് സ്റ്റാഫുകളുമായിട്ടോ അല്ലെങ്കിൽ മറ്റ് സ്റ്റാഫുകളുമായിട്ടോ എന്ത് ചെയ്യാം? കോണ്ടാക്ട് ചെയ്യുക എന്നുള്ളത് ലാബ് മാനേജറുടെ ഡ്യൂട്ടിയാണ്. ദെൻ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇംപ്ലിമെന്റ് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് കണക്റ്റഡ് വിത്ത് സ്പെസിഫിക് ഏരിയ. അതായത് ലബോറട്ടറിയുമായി ബന്ധപ്പെട്ട നയങ്ങൾക്കും നടപടിക്രമങ്ങൾക്കും അനുസരിച്ച് പ്രവർത്തിക്കുക. അതായത് ലബോറട്ടറിയുടെ സ്പെസിഫിക് ഏരിയയുമായി ബന്ധപ്പെട്ട പല പല റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവും അല്ലെ, അല്ലെങ്കിൽ പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഉണ്ടാകും. അപ്പോ അത് നടപ്പിലാക്കുക അല്ലെങ്കിൽ അതിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളത് ലാബ് മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ. ദെൻ നാലാമത്തെ പോയിന്റ് അസസ്, ഒബ്സർവ്, ട്രാക്ക് ആൻഡ് ട്രെൻഡ് ടെക്നിക്കൽ ആൻഡ് എംപ്ലോയി പെർഫോമൻസ്. ഓക്കെ. ആസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിലയിരുത്തുക അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ ആസസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെയും അതുപോലെ തന്നെ അവിടെ യൂസ് ചെയ്യുന്ന ടെക്നോളജിയുടെയും പെർഫോമൻസ് നിരീക്ഷിക്കുക. നിരീക്ഷിക്കുക മാത്രമല്ല ചെയ്യുന്നേ, അതിനെ വിലയിരുത്തുക. മാത്രമല്ല അതിനെ ട്രാക്ക് ചെയ്യാൻ കൂടിയാണ് ആരുടെ ഡ്യൂട്ടി? ലാബ് മാനേജറുടെ ഡ്യൂട്ടി. അപ്പോ ഒരു ലബോറട്ടറി എന്ന് പറയുമ്പോൾ അവിടെ പലതരത്തിലുള്ള ജീവനക്കാരുണ്ടാകും. അതുപോലെ തന്നെ പലതരത്തിലുള്ള സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ ടെക്നോളജി ആയിരിക്കാം അവിടെ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതിനെ ഡെയിലി ഇവാലുവേറ്റ് ചെയ്യുകയും അതിനെ ഒബ്സർവ് ചെയ്യുകയും ചെയ്യേണ്ടത് ലാബ് മാനേജറുടെ ഡ്യൂട്ടി ആയിട്ടാണ് വരുന്നത്. ഓക്കെ. ദെൻ 1, 2, 3, 4, 5. Fifth point കേട്ടോ. Arrange on site training for new and existing staff members. അത് മാത്രമല്ല എന്താ ചെയ്യുന്നത്? അതായത് പുതിയ സ്റ്റാഫുകൾ വരുമ്പോൾ അവരെ പരിശീലിപ്പിക്കുക. പുതിയ സ്റ്റാഫുകൾ മാത്രമല്ല അവിടെ നിലവിലുള്ള സ്റ്റാഫുകളെയും പരിശീലിപ്പിക്കുക എന്നുള്ളത്, അതായത് അവരെ ട്രെയിൻ ചെയ്തെടുക്കുക എന്നുള്ളത് ലാബ് മാനേജറുടെ ഡ്യൂട്ടിയാണ്. ഓക്കെ. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് പല വിധത്തിലുള്ള ട്രെയിനിങ് പരിപാടികൾക്ക് മേൽനോട്ടം വഹിക്കുക അല്ലെങ്കിൽ ആ പരിപാടികളൊക്കെ സംഘടിപ്പിക്കുക എന്നുള്ളതും ലാബ് മാനേജറുടെ ഡ്യൂട്ടിയാണ് കേട്ടോ. അപ്പോ നമുക്ക് സാധാരണ ഒരു ഹോസ്പിറ്റലായാലും ലാബായാലും ഒക്കെ എന്താണ് പുതിയ ആളുകളെയാണ് പരിശീലിപ്പിക്കുന്നത് അല്ലെ, ട്രെയിൻ ചെയ്തെടുക്കുന്നത്, പ്രൊബേഷൻ പീരീഡ് എന്ന് പറയും അല്ലെ. എന്നാൽ അവരെ മാത്രമല്ല നിലവിലുള്ള അതായത് അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളെയും ട്രെയിൻ ചെയ്തെടുക്കുക എന്നുള്ളത് ലാബ് മാനേജറുടെ ഡ്യൂട്ടി ആയിട്ടാണ് വരുന്നത്. Then next one, discharge additional duties as assigned in support of laboratory operation. അതുപോലെ തന്നെ ലാബ് പ്രവർത്തനങ്ങൾക്കായി അധിക ചുമതലകൾ കൈകാര്യം ചെയ്യാം. അതായത് ഒരു ലാബ് മാനേജർ എന്ന് പറയുന്നത് അയാൾക്ക് ഇന്ന ഡ്യൂട്ടി എന്ന് അസ്യൂം ചെയ്തിട്ടില്ല. അയാൾക്ക് പല വിധത്തിലുള്ള ഡ്യൂട്ടികൾ ഉണ്ടാവാറുണ്ട്. എക്സ്ട്രാ അതായത് കൂടുതലായിട്ട് എക്സ്ട്രാ ഉള്ള ഡ്യൂട്ടീസും കാര്യങ്ങളും ഒക്കെ ആര് ചെയ്യാറുണ്ട്? ലാബ് മാനേജർ ചെയ്യാറുണ്ട്. അപ്പോ ലാബ് പ്രവർത്തനങ്ങൾക്കായി അധിക ചുമതലകൾ കൈകാര്യം ചെയ്യുക എന്നുള്ളത് ലാബ് മാനേജറുടെ ഡ്യൂട്ടിയാണ് കേട്ടോ. ഓക്കെ. The next one, extend customer service to include all internal and external customers. അതായത് ഒരു ഫാന്റാസ്റ്റിക് ആയിട്ടുള്ള ഒരു കസ്റ്റമർ സർവീസ് കൊടുക്കുക. അത് അകത്തുള്ളവരായിക്കോട്ടെ, അതായത് ലാബിന് അകത്ത് പ്രവർത്തിക്കുന്നവരായിക്കോട്ടെ അല്ലെങ്കിൽ പുറത്തുള്ളവരായിക്കോട്ടെ, അകത്തും ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ അതായത് അകത്തുള്ളവർക്കും പുറത്തുള്ളവർക്കുമായിട്ട് നല്ല രീതിയിൽ ഒരു കസ്റ്റമർ സർവീസ് കൊടുക്കുക എന്നുള്ളത് ലാബ് മാനേജറുടെ ഡ്യൂട്ടിയാണ്. ഓക്കെ. The next one, make sure that communication of laboratory data and appropriate result reporting. അതായത് ലാബ് റിസൾട്ടുകള് ലബോറട്ടറി ഡാറ്റകള് ശരിയായി കൈമാറുന്നു എന്ന് ഉറപ്പാക്കുക. അതായത് പലതരത്തിൽ ചിലപ്പോൾ നമ്മുടെ ലബോറട്ടറിയിലുള്ള ഡാറ്റാസ് അതുപോലെ തന്നെ ലാബിലുള്ള റിസൾട്ടുകൾ പേഷ്യൻസിന്റെ ഒക്കെ കറക്റ്റ് ആയിട്ടുള്ള കൈകളിലാണോ എത്തുന്നത്, അതായത് റിസൾട്ട് ഒന്നും മാറിപ്പോകാതെ കറക്റ്റ് പേഷ്യൻസിനാണോ കൊടുക്കുന്നതെന്ന് ഉറപ്പാക്കേണ്ടത് ആരുടെ ഡ്യൂട്ടിയാണ്? ലാബ് മാനേജറുടെ ഡ്യൂട്ടിയാണ്. ഓക്കെ. അടുത്തത് റിലീസ് സാമ്പിൾസ് ടു ലബോറട്ടറി സ്റ്റാഫ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ഡ്യൂ ഡേറ്റ്സ് ആൻഡ് ടേൺ അറൌണ്ട് ടൈംസ്.
അതായത് സാമ്പിളുകളുടെ ഡ്യൂ ഡേറ്റുകളും ടേൺ അറൗണ്ട് സമയങ്ങളും സ്റ്റാഫിനോട് വ്യക്തമാക്കുക. അതായത് റിസൾട്ട് കൊടുക്കേണ്ട ഡേറ്റ് ഇന്നാണ്, അല്ലെങ്കിൽ അതിന്റെ ടേൺ അറൗണ്ട് സമയം ഇതാണ്, ഡ്യൂ ഡേറ്റ് ഇന്നാണ്, ഇതൊക്കെ സ്റ്റാഫിനെ ഓർമ്മിപ്പിക്കുക എന്നുള്ളതും ലാബ് മാനേജറുടെ ഡ്യൂട്ടിയാണ്. ഓക്കെ, the next one, guide the handling and the resolution of complex issues and complaints. ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളും പരാതികളും കൈകാര്യം ചെയ്യുന്നതിന് മാർഗനിർദ്ദേശങ്ങൾ നൽകുക. ഒന്നുകൂടി പറയാം, ഗൈഡ് ദ ഹാൻഡ്ലിംഗ് ആൻഡ് ദ റെസൊല്യൂഷൻ ഓഫ് കോംപ്ലക്സ് ഇഷ്യൂസ് ആൻഡ് കംപ്ലൈന്റ്സ്. അതായത് എന്തെങ്കിലും ലാബിൽ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി, അല്ലെങ്കിൽ പേഷ്യൻസിന്റെ ഭാഗത്തുനിന്ന് പരാതികൾ ഉണ്ടെങ്കിൽ അത് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ട രീതിയിലുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക എന്നുള്ളത് ലാബ് മാനേജറുടെ ഡ്യൂട്ടിയാണ്. ഓക്കെ, then next one, responsible for all employees who are working at all labs on demand facilities. അതായത് എല്ലാ ലാബ് ജീവനക്കാരുടെയും മേൽനോട്ടം വഹിക്കുക, അവർക്ക് ആവശ്യത്തിനുള്ള ഫെസിലിറ്റീസ് ഒക്കെ അവൈലബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടത് ആരാണ്? ലാബ് മാനേജറാണ്. അപ്പോ എന്താണ്, ഞാൻ ഒന്നുകൂടി പറയാം, റെസ്പോൺസിബിൾ ഫോർ ഓൾ എംപ്ലോയീസ് ഹു ആർ വർക്കിംഗ് അറ്റ് ഓൾ ലാബ്സ് ഓൺ ഡിമാൻഡ് ഫെസിലിറ്റീസ്. എല്ലാ ലാബ് ജീവനക്കാരുടെയും മേൽനോട്ടം വഹിക്കുക. ഓക്കെ, the next one, 12th one ആണ്, ensure adherence with the federal, state and system regulations to provide operation. അതായത് കേന്ദ്ര സംസ്ഥാന നിയമങ്ങൾക്കനുസരിച്ച് ലാബ് പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. നമുക്ക് ഒരു ലാബ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തോന്നിയ പ്രകാരം എന്ത് ചെയ്യാൻ പറ്റില്ല, ലാബ് പ്രവർത്തിപ്പിക്കാനായിട്ട് പറ്റില്ല, അല്ലെ? അതായത് നമ്മുടെ നാഷണൽ എന്താ പറയാ ബേസില് കുറെ റെഗുലേഷൻസ് ഉണ്ട്, സ്റ്റേറ്റ് നമ്മുടെ സംസ്ഥാന തലത്തിൽ കുറെ റെഗുലേഷൻസ് ഉണ്ട് ലാബ് പ്രവർത്തിക്കുന്നതിന്. അപ്പോ ഇവര് രണ്ട്, അതായത് കേന്ദ്ര സംസ്ഥാന നിയമങ്ങൾക്കനുസരിച്ചിട്ടായിരിക്കണം എന്ത് പ്രവർത്തിക്കേണ്ടത്, ഒരു ലാബ് പ്രവർത്തിക്കേണ്ടത്. അപ്പോ ആ ലാബ് അങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് എന്ന് ഉറപ്പാക്കുക എന്നുള്ളത് ലാബ് മാനേജറുടെ ഡ്യൂട്ടിയാണ്. Okay, the next one, assure compliance with all corporate policy procedures in the laboratory. അതായത് കോർപ്പറേറ്റ് നയങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, ലാബ് എന്ത് ചെയ്തിരിക്കണം, കോർപ്പറേറ്റ് പോളിസി ആണോ പാലിക്കേണ്ടതെന്ന് ഉറപ്പുവരുത്തേണ്ടത് ലാബ് മാനേജറുടെ ഡ്യൂട്ടിയാണ്. Okay, the next one, enlarge the lab's research portfolio by helping to develop new research projects and proposals. പുതിയ ഗവേഷണ പദ്ധതികൾക്കും പ്രപ്പോസലുകൾക്കും സഹായിക്കുന്നതിലൂടെ ലാബിന്റെ ഗവേഷണ മേഖല വികസിപ്പിക്കുക. അതായത് ലാബ് എന്ത് ചെയ്യുന്നു, പുതിയ രീതിയിൽ കുറെ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയും അതുപോലെ തന്നെ പുതിയ രീതിയിലുള്ള പ്രപ്പോസൽസ് മുൻപോട്ട് വയ്ക്കുന്നതിലൂടെയും അങ്ങനെ സഹായിക്കുന്നതിലൂടെയൊക്കെ എന്ത് ചെയ്യാം, ലാബിന്റെ ഗവേഷണ മേഖല, അതായത് റിസർച്ച് ഏരിയ കൂടുതൽ ഡെവലപ്പ് ആകാൻ സഹായിക്കുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മേൽനോട്ടം വഹിക്കുന്നത് ആരാണ്? ലാബ് മാനേജറാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, set up and keep all laboratory records in accordance with the specification. അതായത് എല്ലാ ലാബ് രേഖകളും സ്റ്റാൻഡേർഡ് അനുസരിച്ച് സൂക്ഷിക്കുക. ലാബ് മാനേജറിന്റെ ഡ്യൂട്ടിയാണ് കേട്ടോ. ലാബ് സംബന്ധമായിട്ടുള്ള എല്ലാ ഡോക്യുമെന്റ്സും അതിന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് കീപ്പ് ചെയ്യാന്നുള്ളതും ലാബ് മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ, then next one, make sure that the supplies are available as needed for lab session. അതുപോലെ തന്നെ പിന്നെ പറയുന്നതാണ് എന്താണ്, ലാബ് സെഷൻ, അതായത് ലാബിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അല്ലെങ്കിൽ എന്താണ് ലാബിന്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സപ്ലൈസ്, വിതരണങ്ങൾ നടത്തുന്നുണ്ടോ, അപ്പൊ സാധനങ്ങളൊക്കെ എന്താണ് അവൈലബിൾ ആകുന്നുണ്ടോ, സാധനങ്ങളുടെ പ്രോപ്പർ ആയിട്ടുള്ള സപ്ലൈ നടക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടത് ആരാണ്? ഈ ഒരു ലാബ് മാനേജറാണ്. ഓക്കെ, then next one,
suggest measures to enhance the testing procedures, use of equipment and needs for new equipment. അതുപോലെ തന്നെ ലാബിൽ നടക്കുന്ന പല രീതിയിലുള്ള ടെസ്റ്റുകൾ ഉണ്ട് അല്ലെ. ഈ ടെസ്റ്റുകളൊക്കെ നല്ല രീതിയിലാണോ നടക്കുന്നത് എന്ന് അളക്കുകയും അതുപോലെ തന്നെ എക്യുപ്മെന്റ് എങ്ങനെയാണ് അവിടെ ഉപയോഗിക്കുന്നത്, അതിന്റെ നിലവാരം എന്താണെന്ന് അളക്കുകയും അതുപോലെ തന്നെ പുതിയ എക്യുപ്മെന്റ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിന്റെ ആവശ്യകത അറിഞ്ഞിരിക്കേണ്ടതും ആരാണ്? ലാബ് മാനേജറാണ്. ഒന്നുകൂടി പറയാം, അതായത് ലാബിൽ നടക്കുന്ന പല രീതിയിലുള്ള ടെസ്റ്റിംഗ് പ്രൊസീജിയേഴ്സിന്റെ ആ ഒരു ഗുണമേന്മ അളക്കുകയും അതുപോലെ തന്നെ അവിടെയുള്ള എക്യുപ്മെന്റിന്റെ നിലവാരം അളക്കുകയും ഇനി പുതിയതെന്തെങ്കിലും എക്യുപ്മെന്റ് അവിടെ വേണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും ആരാണ്? ലാബ് മാനേജറാണ്. ഓക്കെ. Then last one, monitor, analyze and justify expense and the revenue within departments. ഓരോ വിഭാഗത്തിന്റെയും ചെലവും വരുമാനവും വിലയിരുത്തുകയും അത് വിശകലനം ചെയ്യുകയും ചെയ്യുന്നത് ലാബ് മാനേജറാണ്. അതായത് ലബോറട്ടറിയിൽ തന്നെ പലതരത്തിലുള്ള വിഭാഗങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോ അവരുടെ ചെലവ് എന്താണ്, അവരുടെ ഇൻകം, അവരുടെ എക്സ്പെൻഡിച്ചർ എന്താണ്, അത് ഇവാലുവേറ്റ് ചെയ്യുന്നതും അത് വിശകലനം ചെയ്യുന്നതും ഒക്കെ ആരാണ്? ലാബ് മാനേജറാണ്. ഓക്കെ, ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ഓക്കെ ആണോ? ഓക്കെ ആണ്. ഓക്കെ, അപ്പൊ അറിഞ്ഞിരുന്നാൽ മാത്രം മതി കേട്ടോ. ഇതിൽ നിന്ന് നമുക്ക് വലിയ രീതിയിലുള്ള കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കില്ല. ജസ്റ്റ് അറിഞ്ഞിരിക്കുക, വായിക്കുക കേട്ടോ. കൂടുതൽ സ്ട്രെസ് ചെയ്ത് പഠിക്കണമെന്നില്ല. അപ്പൊ നമുക്ക് നേരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സിലേക്ക് പോകാം. അപ്പൊ എല്ലാവരും ഒന്ന് നോട്ട് ചെയ്തോളൂ കേട്ടോ ഞാൻ പറയുന്ന കാര്യങ്ങള്. ചാപ്റ്റർ 3 ലബോറട്ടറി സർവീസിൽ ഫസ്റ്റ് വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ആണ്. ഇൻട്രൊഡക്ഷൻ കേട്ടോ. ഓക്കെ, ഇൻട്രൊഡക്ഷനിലെ മെഡിക്കൽ ലബോറട്ടറി തുടങ്ങി ബയോളജിക്കൽ സ്പെസിമെൻസ് വരെ നമുക്ക് ചോദിക്കാം. ഓക്കെ, അത് ബയോളജിക്കൽ സ്പെസിമെൻ അല്ലെങ്കിൽ ക്ലിനിക്കൽ സ്പെസിമെൻ എന്നാണെന്ന് ചോദിക്കുക കേട്ടോ. ഏതൊക്കെയാണ് ബയോളജിക്കൽ ഓർ ക്ലിനിക്കൽ സ്പെസിമെൻസ് എന്ന് പറയുന്നത്? എന്തൊക്കെയാ? ഒന്ന് കമന്റ് ചെയ്യാമോ, മെസ്സേജ് ചെയ്യാമോ? എന്തൊക്കെയാണ് ക്ലിനിക്കൽ സ്പെസിമെൻസ്? ബ്ലഡ്, സെറം, പ്ലാസ്മ, യൂറിൻ, സ്റ്റൂൾ അല്ലേ? ഓക്കെ, അതൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് പോവാട്ടോ. ഓക്കെ, then next one important ആണ്. The objectives of a medical laboratory are providing its customer exact result which share clinical treatment. എന്താണ് മെഡിക്കൽ ലബോറട്ടറിയുടെ? What is the main objective of a medical laboratory എന്ന് ചോദിക്കാം. അപ്പൊ എന്താണ് ഉത്തരം വരിക? പ്രൊവൈഡിങ് ഇറ്റ്സ് എക്സാക്ട് റിസൾട്ട് അല്ലെ? എക്സാക്ട് റിസൾട്ട് രോഗികൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് ലബോറട്ടറിയുടെ എയിം എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഓക്കെ, then next one, ഫങ്ഷണൽ ഡിവിഷൻസ് ഓഫ് ലാബ് സർവീസസ്. ഇത് ജസ്റ്റ് പേരുകൾ മാത്രം ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. എന്താണ് ഉദ്ദേശം, എന്താണ് അതിന്റെ പർപ്പസ് എന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ക്ലിനിക്കൽ പാത്തോളജി, ബ്ലഡ് ബാങ്ക്. ഓക്കെ, then ഈ 3 ടേബിളുകളിലായിട്ട് നിങ്ങൾക്ക് വരുന്നത് ചിലപ്പോൾ ചോദിക്കാം. എന്താണ് സ്റ്റഡി ഓഫ് ബ്ലഡ് ചോദിക്കാം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് പറയുന്നത്. സ്റ്റഡി ഓഫ് ബ്ലഡ്, സ്റ്റഡി ഓഫ് ടിഷ്യൂ, സെല്ല്, അതൊക്കെ ചോദിക്കാം. പിന്നെ സ്റ്റഡി ഓഫ് ബാക്ടീരിയ, അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോ ഞാൻ നോട്ടായിട്ട് ചെറിയ നോട്ടായിട്ട് തന്നിട്ടുണ്ടല്ലോ, അതൊന്ന് നോക്കി വെക്കുക കേട്ടോ. ഈ പോയിന്റ് നോക്കേണ്ട ആവശ്യമില്ല. എല്ലാരും വായിക്കണം കേട്ടോ. ഇമ്പോർട്ടന്റ് അല്ലാന്ന് കരുതിയിട്ട് ഒന്നും വായിക്കാതെ വിടരുത്. വായിച്ചു നോക്കണം. ചിലപ്പോ പറയാൻ പറ്റില്ല. ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് പറഞ്ഞു തരുന്നത്. മനസ്സിലായോ നിങ്ങൾക്ക്?
ഞാൻ ഇമ്പോർട്ടന്റ് അല്ല എന്ന് പറഞ്ഞത് കൊണ്ട് നിങ്ങളത് വായിക്കാതെ വിടരുത്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ. അടുത്തത് ലെവൽസ് ഓഫ് ലബോറട്ടറീസ് ഇമ്പോർട്ടന്റ് ആണ്. സ്മോൾ സൈസില്, മീഡിയം സൈസില്, ലാർജ്, വെരി ലാർജ്, മൾട്ടിപ്പിൾ ലൊക്കേഷൻ ചോദിക്കാം. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ലബോറട്ടറി റെക്കോർഡുകൾ എന്തൊക്കെയാണ് ലബോറട്ടറിയിൽ കെപ്റ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കാം. റിക്വസ്റ്റ് ഫോം അതിന്റെ എക്സ്പ്ലനേഷൻ ചോദിക്കണം എന്നുണ്ടാവില്ല. ഈ ഒരു വേർഡുകളായിട്ട് തന്നെ എന്തൊക്കെയാണ് റിക്വസ്റ്റ് ഫോം ഉണ്ട്, റിസൾട്ട് ആൻഡ് കോപ്പീസ് ഉണ്ട് ചോദിക്കാം. ഏതൊക്കെ റെക്കോർഡുകളാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ താഴെ പറയുന്നവയിൽ ഏതാണ് ലബോറട്ടറി റെക്കോർഡ് അല്ലാത്തത്, അങ്ങനെ ചോദിക്കാം. ഓക്കെ. നെക്സ്റ്റ് സൈൻസ് ആണ് കേട്ടോ. സിംബൽസ്, സൈൻ ആൻഡ് സിംബൽസ്. ഓക്കെ. ഓക്കെ, അത് തന്നെ സയൻസ് ആൻഡ് സിംബൽസ് യൂസ്ഡ് ഇൻ എ ലബോറട്ടറി. അതിനകത്ത് എല്ലാ തരത്തിലുള്ള സൈനുകളും പഠിച്ചു വെക്കുക. ഏതാണ് ചോദിക്കുന്നതെന്ന് പറയാനായിട്ട് സാധിക്കില്ല, അതുകൊണ്ട് എല്ലാരും പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ലബോറട്ടറി എന്ന് പറയുന്ന ചാപ്റ്റർ. ഓക്കെ, നിങ്ങളോട് ചോദിക്കട്ടെ, എങ്ങനെയുണ്ടായിരുന്നു ഈ ചാപ്റ്റർ? പഠിക്കാൻ പറ്റുന്നുണ്ടോ? കുഴപ്പമില്ലല്ലോ, നല്ലതാണ്. ഓക്കെ, എളുപ്പമാണ്, കുഴപ്പമില്ല, ഗുഡ്. ഓക്കെ, കുഴപ്പമില്ല അല്ലെ? ഓക്കെ. അതായത് സയൻസിന്റെ ക്വസ്റ്റ്യൻസ് വരുന്നത് സിമ്പിൾ കാണിക്കും. നിങ്ങൾക്ക് പിക്ചർ ഉണ്ടാകും കേട്ടോ, പിക്ചർ ഉണ്ടാകും. എന്താണ് ഡിനോട്ട് ചെയ്യുന്നത് എന്ന് കാണിക്കും. ഓക്കെ, അതായത് ഇപ്പൊ ഈ ഹാർംഫുൾ എന്ന് പറയുന്ന, ഫോർ എക്സാമ്പിൾ ഹാർംഫുൾ എന്ന് പറയുന്ന അത് തന്നെ മോക്ക് ടെസ്റ്റിൽ ഉണ്ടായിരുന്നല്ലോ. പിക്ചർ കാണിക്കും, എന്നിട്ട് എന്താണെന്ന് ചോദിക്കും. ഓപ്ഷൻ ഉണ്ടാകും, അതിൽ നിന്ന് എടുത്ത് എഴുതാം. ഓക്കെ, അപ്പൊ പിക്ചർ അറിഞ്ഞാലാണ് നമുക്ക് മനസ്സിലാവുക എന്താണ് കറക്റ്റ് ആൻസർ എന്നല്ലേ. അപ്പൊ പിക്ചർ കറക്റ്റ് മനസ്സിലാക്കി വെക്കുക. ഇത്രയുമാണ് പറയാനുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലോട്ട് മൂവ് ചെയ്യാം. നെക്സ്റ്റ് ചാപ്റ്റർ നിങ്ങളൊന്ന് റീഡ് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് പേജ് ഒന്ന് റീഡ് ചെയ്യാം, എന്നിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നു അല്ലെ? നിങ്ങളൊന്ന് റീഡ് ചെയ്തിട്ട് ഞാൻ പറയുവാണെങ്കിൽ അല്ലെ, ആണോ? ലാസ്റ്റ് പോയിന്റ് അങ്ങനെ ഇമ്പോർട്ടന്റ് അല്ല, ജസ്റ്റ് വായിച്ചു വെച്ചാൽ മാത്രം മതി കേട്ടോ. ലാബ് മാനേജറുടെ റെസ്പോൺസിബിലിറ്റീസ്. ചാപ്റ്റർ പറയാം. സയൻസ് ഒന്നും കൂടി പറയണോ? ഓക്കെ, പറഞ്ഞുതരാം. സയൻസ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് വരിക കേട്ടോ. അതായത് ഇൻഫ്ലേമബിൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്താ പറയാ എക്സ്പ്ലോഷനുള്ള സാധ്യത. പിന്നെ അതുപോലെ ഹാംഫുൾ, അതായത് ശരീരത്തിന് ഹാനികരമായിട്ടുള്ള വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നത്. പിന്നെ കൊറോസീവ്, ഇലക്ട്രിക്കൽ ഹസാർഡ്, പോയിസൺ, റിസ്ക് ഓഫ് എക്സ്പ്ലോഷൻ, ബയോ ഹസാർഡ്, റേഡിയേഷൻ ഹസാർഡ്,
എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ മുന്നത്തെ എക്സാമിനൊക്കെ ചോദിച്ചിരിക്കുന്ന 2-3 പോയിന്റ്സ് ഞാൻ പറയാം. ഒന്ന് റേഡിയേഷൻ ഹസാർഡ് കേട്ടോ, അത് ചോദിച്ചിട്ടുണ്ട്. പിന്നെ മറ്റൊന്ന് ഇലക്ട്രിക്കൽ ഹസാർഡ് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഹാംഫുൾ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻഫ്ലെയിമബിളും ചോദിച്ചിട്ടുണ്ട്. ഇതാണ് കൂടുതലായിട്ട്, അതായത് ഓൾമോസ്റ്റ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അത് അങ്ങനെ തന്നെ നോക്കി വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്ററിലോട്ട് പോയിക്കോട്ടെ. ഓക്കെ, ചാപ്റ്റർ 10 മോർച്ചറി സർവീസസ്. കേൾക്കുമ്പോ തന്നെ പേടിയാവുന്നുണ്ടോ? ലാസ്റ്റ് സൈൻ മോളെ നോ സ്മോക്കിംഗ് ആണ് കേട്ടോ, നോ സ്മോക്കിംഗ്. ഓക്കെ, കുറച്ച് പേടിയാവുന്നുണ്ട് അല്ലെ മോർച്ചറി സർവീസിനെ കുറിച്ചിട്ട്. നമുക്ക് ഒട്ടും നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കാത്ത, അല്ലെങ്കിൽ കാണാൻ ആഗ്രഹിക്കാത്ത, അതിന്റെ അകത്ത് പോകാൻ ആഗ്രഹിക്കാത്ത ആളുകളാണ് അല്ലെ നമ്മളൊക്കെ, അല്ലെ? ഉണ്ടല്ലേ, കുറച്ച് പേടിയുണ്ടല്ലേ. അപ്പൊ മോർച്ചറി സർവീസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇനി എടുക്കാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കുറച്ച് നമുക്ക് നെഗറ്റീവ് ആയിട്ടുള്ള വൈബ് ആയിരിക്കും ഇത് കേൾക്കുമ്പോ ഉണ്ടാവുക. നമുക്കൊരു പോസിറ്റീവ് ആയിട്ടുള്ള വൈബ് ഈ ചാപ്റ്റർ, ഞാൻ ഓരോ കാര്യങ്ങൾ ഇതിനകത്ത് പറയുമ്പോഴും നെഗറ്റീവ് വൈബ് അല്ലെങ്കിൽ ആ ഒരു ഡെഡ് ബോഡി നിങ്ങളുടെ മനസ്സിലേക്ക് വരും. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത കേട്ടോ. ആദ്യത്തെ ഒരു പേജ് മാത്രം. ഓക്കെ, വായൊന്നും പൊളിക്കണ്ട, ആരും പേടിക്കണ്ട, ഞാൻ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ കേട്ടോ. ഓക്കെ ഓക്കെ, അപ്പൊ നിങ്ങൾ ആദ്യം ഒന്ന് വായി, നമുക്ക് അറിയാവുന്ന കാര്യമാണ് കൂടുതൽ, അതുകൊണ്ട് തന്നെ എളുപ്പമായിരിക്കും ചാപ്റ്റർ പഠിക്കാൻ കേട്ടോ. അത് നിങ്ങളൊന്ന് വായിക്കുക, ഒരു 5 മിനിറ്റ് എടുത്ത് അതൊന്ന് വായിക്കുക. ദെൻ തമ്പ് ചെയ്യുക. വായിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ തമ്പ് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ ഞാൻ അറിയില്ല. ആ ഒരു പേജ് മൊത്തമായിട്ട് വായിക്കുക. വായിച്ചു, എല്ലാം വായിച്ചു കഴിഞ്ഞു. ഓക്കെ, വെരി ഗുഡ്. എത്ര പെട്ടെന്ന് വായിച്ചു കഴിഞ്ഞു? 1 മിനിറ്റും കൊണ്ടോ ഒരു പേജ് മൊത്തം വായിച്ചോ? ഓക്കെ ഓക്കെ, കുഴപ്പമില്ല കുഴപ്പമില്ല, വായിച്ചോളൂ കേട്ടോ. വായിച്ചു. ഓക്കെ, ഓക്കെ, നമുക്ക് നോക്കാം അല്ലെ എന്താണെന്ന്.
ഇൻട്രൊഡക്ഷൻ ആണ് ആദ്യം തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് പോയിന്റ് പറയുന്നത് മോർച്ചറി ഈസ് ആൻ ഇൻവൈറ്റബിൾ പാർട്ട് ഓഫ് എവറി ഹോസ്പിറ്റൽ ആസ് ഇറ്റ് ഹാൻഡിൽസ് ദ പ്രിസർവേഷൻ ഓഫ് ദ ഡെഡ് ബോഡി so that the forensic clinicians and the pathologists may investigate the cause of death and make scientific investigation. അതായത് മോർച്ചറി എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റലിന്റെ ഇൻവൈറ്റബിൾ പാർട്ടാണ്, അവിഭാജ്യമായ ഘടകമാണ്. മീൻസ് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഘടകമാണെന്ത് മോർച്ചറി എന്ന് പറയുന്നത്. ഓക്കെ, അനിവാര്യമായതെന്നോ അല്ലെങ്കിൽ അവിഭാജ്യമായതെന്നോ എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം കേട്ടോ. അപ്പൊ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഒരു മോർച്ചറി എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ ഇൻവൈറ്റബിൾ പാർട്ട്. ഓക്കെ, ഇനി എന്താണ് അവിടെ നടക്കുന്നത് നമുക്ക് നോക്കാം. ഫോറൻസിക് ഡോക്ടേഴ്സിനും പാത്തോളജിസ്റ്റിനും മരണകാരണം അറിയുന്നതിനും സയന്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ അതായത് ശാസ്ത്രീയ അന്വേഷണങ്ങൾക്കുമായി ഡെഡ് ബോഡീസ് സൂക്ഷിച്ചു വെക്കുന്ന അല്ലെങ്കിൽ പ്രിസർവ് ചെയ്തിരിക്കുന്ന സ്ഥലത്തെയാണ് നമ്മൾ മോർച്ചറി എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോ എന്താണ് ഇത് ഹാൻഡിൽ ചെയ്യുന്നത്? എന്താണ്, അതായത് ഈ മോർച്ചറിയിൽ എന്താ ചെയ്യുന്നേ? ഡെഡ് ബോഡീസ് പ്രിസർവ് ചെയ്യുന്നു. ഡെഡ് ബോഡീസ് അതായത് മൃതദേഹങ്ങള് സൂക്ഷിച്ചു വെക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? അത് ഫോറൻസിക് ക്ലിനീഷ്യൻസ് അതായത് ഫോറൻസിക് സർജൻമാർക്കും അതുപോലെ തന്നെ പാത്തോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ MBBS കഴിഞ്ഞ് സ്പെഷ്യലൈസ് അതായത് രോഗകാരണം, മരണം എന്നിവയ്ക്കൊക്കെ എന്താണ് റിസർച്ച് അതായത് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരാൾ അല്ലെങ്കിൽ അറിയാൻ കഴിയാവുന്ന ഒരാളെയാണ് നമ്മൾ അതായത് ഡോക്ടേഴ്സിനെ തന്നെയാണ് പാത്തോളജിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോ ഈ രണ്ട് കൂട്ടർക്കും ശാസ്ത്രീയമായിട്ടുള്ള അന്വേഷണങ്ങൾക്കായി അതായത് ഒരു ഡെഡ് ബോഡി നമ്മൾ മോർച്ചറിയിൽ പ്രിസർവ് ചെയ്ത് വെക്കുമ്പോൾ അതിന് പല ഉദ്ദേശങ്ങളുണ്ട്. അതിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് മരണകാരണം കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ആ മരണകാരണം കണ്ടുപിടിക്കാനായിട്ട് ഫോറൻസിക് സർജന്മാരെയും പാത്തോളജിസ്റ്റിനെയും സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഡെഡ് ബോഡീസ് മോർച്ചറിയിൽ പ്രിസർവ് ചെയ്ത് വെക്കുന്നത്. അപ്പോ ഒന്നുകൂടി പറയാം, ഫോറൻസിക് സർജന്മാർക്കും പാത്തോളജിസ്റ്റിനും മരണകാരണം അറിയുന്നതിനും സയന്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ അതായത് ശാസ്ത്രീയ അന്വേഷണങ്ങൾക്കുമായി ഡെഡ് ബോഡീസ് സൂക്ഷിച്ചു വെക്കുന്ന അല്ലെങ്കിൽ പ്രിസർവ് ചെയ്ത് വെക്കുന്ന സ്ഥലമാണ് മോർച്ചറി. ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ ആണോ? ഓക്കെ ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു മർഡർ നടന്നു എന്ന് വിചാരിക്കുക. ഒരു മർഡർ നടന്നു കഴിഞ്ഞാല് നമ്മൾ നോർമലി ഉള്ള ഡെത്ത് പ്രൊസീജിയർ ആയിരിക്കില്ല ഒരു മർഡറിന്റെ ഡെഡ് ബോഡിക്ക് ഉണ്ടാവുക, അല്ലെ? കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവില്ല. എന്തൊക്കെയാണ് നിങ്ങൾ പഠിക്കും കേട്ടോ വഴിയെ. അതായത് പ്രൊസീജിയേഴ്സിൽ മാറ്റങ്ങൾ ഉണ്ടാവാം. ഒരു മർഡർ നടന്നു അല്ലെങ്കിൽ ഒരു സൂയിസൈഡ് നടന്നു എന്ന് വിചാരിക്കുക. ആ ബോഡി ഉടനെ തന്നെ എന്ത് ചെയ്യും? ഹോസ്പിറ്റലിന്റെ മോർച്ചറിയിലേക്ക് മാറ്റും, അല്ലെ? എന്നിട്ട് അവിടെയാണ് സൂക്ഷിച്ചു വെക്കുക. അതിന് അവിടുത്തെ പ്രൊസീജിയേഴ്സ് കഴിഞ്ഞതിന് ശേഷമാണ് എന്ത് ചെയ്യുക? ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടുകൊടുക്കുക. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ പലതരത്തിലുള്ള സയന്റിഫിക് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷനും അതുപോലെ തന്നെ മരണകാരണം അറിയുന്നതിന് വേണ്ടിയിട്ടും ഡെഡ് ബോഡീസ് സൂക്ഷിച്ചു വെക്കുന്നതിന് ഒരു സ്ഥലം ആവശ്യമാണ്. ഈ സ്ഥലത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു? മോർച്ചറി എന്ന് വിളിക്കുന്നു. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, ആർക്കെങ്കിലും ഇനി കിട്ടാത്തതുണ്ടോ? ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നോക്കാം. എ മോർഗ് ഓർ മോർച്ചറി ഈസ് യൂസ്ഡ് ഫോർ ദ സ്റ്റോറേജ് ഓഫ് ഡെഡ് ബോഡീസ് വെയിറ്റിംഗ് ഫോർ ഐഡന്റിഫിക്കേഷൻ ഓർ റിമൂവൽ, ഓട്ടോപ്സി, ബ്യൂറിയൽ, ക്രിമേഷൻ or some other post death ritual. ഓക്കെ, അതായത് മോർച്ചറിയുടെ മറ്റൊരു പേരാണ് എന്ത്? മോർഗ് എന്ന് പറയുന്നത് കേട്ടോ. അത് എക്സാമിന് ചോദിക്കാം. മോർച്ചറിയുടെ മറ്റൊരു പേരെന്താണ്? മോർച്ചറി ഈസ് അതർവൈസ് കോൾഡ് ആസ് മോർഗ്. ഓക്കെ, അപ്പോ മോർഗ് എന്നാണ് മോർച്ചറിയുടെ മറ്റൊരു പേര്. ഈ മോർച്ചറി ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അതായത് ഇവിടെ പറയുന്നുണ്ട് ഈസ് യൂസ്ഡ് ഫോർ ദ സ്റ്റോറേജ് ഓഫ് ഡെഡ് ബോഡീസ്.
അതായത് ഈ ഒരു ഡെഡ് ബോഡീസ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സ്ഥലമാണെന്ത് മോർച്ചറി എന്ന് പറയുന്നത്. എത്തരത്തിലുള്ള ഡെഡ് ബോഡീസ് ആണ് ഇവിടെ പ്രിസർവ് ചെയ്ത് വെക്കുന്നത്, അതാണ് ആ രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത്. നമുക്ക് നോക്കാം എത്തരത്തിലുള്ള ഡെഡ് ബോഡീസ് ആണ് ഇവിടെ പ്രിസർവ് ചെയ്ത് വെക്കുന്നതെന്ന്. അതിനകത്ത് പറയുന്നുണ്ട് വെയിറ്റിംഗ് ഫോർ ഐഡന്റിഫിക്കേഷൻ. എന്താണ് ഐഡന്റിഫിക്കേഷൻ? അതായത് ഐഡന്റിഫിക്കേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന മൃതദേഹങ്ങൾ അല്ലെങ്കിൽ ഡെഡ് ബോഡീസ്. നമ്മൾ ഇടയ്ക്ക് പത്രത്തിലൊക്കെ കാണാറുണ്ട് അല്ലെ, അജ്ഞാത മൃതദേഹം. ഓക്കെ, അതായത് ഇത്ര അടി ഉയരം, ഇത്ര കിലോ വെയിറ്റ്, നിറം, അതുപോലെ തന്നെ മറുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്, മുടിയുടെ നിറം, അതൊക്കെ നമ്മൾ കാണാറുണ്ടോ? പത്രത്തിൽ കാണാറുണ്ടോ നിങ്ങള്? അജ്ഞാത മൃതദേഹം പത്രത്തിൽ കാണാറുണ്ട് അല്ലെ? ആ, അതായത് ആരാലും തിരിച്ചറിയപ്പെടാത്ത മൃതദേഹങ്ങൾ. ഓക്കെ, ചിലപ്പോ എന്താണ് മരണശേഷം കുറച്ചു ദിവസം കഴിഞ്ഞിട്ടായിരിക്കാം ബോഡി കിട്ടിയിട്ടുണ്ടാവുക. അഴുകിയ നിലയിലൊക്കെ കണ്ടെടുത്തു എന്നൊക്കെ നമ്മൾ പറയില്ലേ, സിനിമയിലൊക്കെ കേൾക്കാറുണ്ട് അല്ലെ, അല്ലെങ്കിൽ ന്യൂസിലൊക്കെ കേൾക്കാറുണ്ട്. അഴുകിയ നിലയിൽ ഒരു മൃതദേഹം കണ്ടെടുക്കുകയുണ്ടായി, തിരിച്ചറിയുന്നില്ല. അപ്പോ അത്തരത്തിൽ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾ, അതായത് മരിച്ച വ്യക്തിയുടെ ബന്ധുക്കൾ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാറുണ്ട്? വരാറുണ്ട്. എവിടെയാണ് വരിക? എവിടെയാണ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് വരിക? മൃതദേഹത്തെ എവിടെയാണ് വരുന്നേ? പറ. മോർച്ചറി. അപ്പൊ ഐഡന്റിഫിക്കേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഡെഡ് ബോഡീസ് അപ്പൊ ഒരു കാറ്റഗറിയാണ് കേട്ടോ. ഐഡന്റിഫിക്കേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന, അതായത് ഇത്തരത്തിലുള്ള അജ്ഞാത മൃതദേഹങ്ങൾ സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലമാണത് മോർച്ചറി എന്ന് പറയുന്നത്. അവരുടെ ബന്ധുക്കൾ വന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത് വരെ എവിടെ പ്രിസർവ് ചെയ്യും? ഈ മോർച്ചറിയിലാണ് പ്രിസർവ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഐഡന്റിഫിക്കേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഡെഡ് ബോഡീസ് സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലമാണത് മോർച്ചറി. ദെൻ റിമൂവൽ. റിമൂവൽ എന്ന് പറയുന്നത് ബോഡി വിട്ടുകൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. ഇപ്പൊ സാധാരണ ഡെത്തൊക്കെ ആണെങ്കിൽ, ഹോസ്പിറ്റലിൽ വെച്ച് നടക്കുന്ന ഡെത്തൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാറുണ്ട്? ഉടനെ തന്നെ മോർച്ചറിയിലേക്ക് മാറ്റുകയും അവിടുത്തെ പ്രൊസീജിയേഴ്സിന് ശേഷം, അതായത് എളുപ്പം തന്നെ എന്ത് ചെയ്യാറുണ്ട്? വളരെ ഈസി ആയിട്ട് തന്നെ ആളുകൾക്ക് അല്ലെങ്കിൽ ബന്ധുക്കൾക്ക് ഡെഡ് ബോഡി വിട്ടുകൊടുക്കാറുണ്ട്. അപ്പോ ആ മൃതദേഹം മറ്റു സ്ഥലത്തേക്ക് മാറ്റുന്നതിന്, ഓക്കെ, ആ മാറ്റുന്നതിന് മുമ്പായിട്ട് അല്ലെങ്കിൽ ആ റിമൂവലിന് മുമ്പായിട്ട് സ്റ്റോർ ചെയ്ത് ആ മൃതദേഹം വെക്കുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, ദെൻ ഓട്ടോപ്സി. പോസ്റ്റ്മോർട്ടം കാത്തു കിടക്കുന്ന ഡെഡ് ബോഡീസ് സൂക്ഷിക്കുന്നതിന്. ഓട്ടോപ്സി എന്ന് പറഞ്ഞാൽ എന്താണ്? പോസ്റ്റ്മോർട്ടം ആണ് കേട്ടോ. അപ്പോ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡെഡ് ബോഡീസ് സൂക്ഷിച്ചു വെക്കുന്നതിനും മോർച്ചറി ഉപയോഗിക്കുന്നു. then അടുത്തത് ബറിയൽ ആണ്. ഓക്കെ, ബറിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അടക്കം അല്ലെ? അടക്കം നടത്തുന്നതിന് വേണ്ടിയിട്ട് കാത്തു കിടക്കുന്ന ഡെഡ് ബോഡീസ് സൂക്ഷിക്കുന്നത്. then ക്രിമേഷൻ. ക്രിമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ശവസംസ്കാരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ബോഡീസ്. ശവസംസ്കാരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ബോഡീസ്. then or some other post death ritual. മരണാനന്തര ചടങ്ങുകൾ ചെയ്യുന്നതിന് കാത്തിരിക്കുന്ന ബോഡീസ്. ഓക്കെ, മരണാനന്തര ചടങ്ങുകൾ ചെയ്യുന്നതിന് കാത്തിരിക്കുന്ന ബോഡീസ്. അപ്പൊ ഇത്തരത്തിൽ ഉള്ള ഡെഡ് ബോഡീസ് സൂക്ഷിക്കുന്ന സ്ഥലത്തെ നമുക്ക് മോർഗ് അല്ലെങ്കിൽ മോർച്ചറി എന്ന് പറയാം. അപ്പൊ ഇത്തരത്തിലുള്ള ഡെഡ് ബോഡീസ് ആണുള്ളത്. ഐഡന്റിഫിക്കേഷൻ. ബ്യൂറിയൽ എന്ന് പറഞ്ഞാൽ അടക്കം എന്നാണ് കേട്ടോ. ശവമടക്കം എന്നൊക്കെ പറയില്ലേ നമ്മള്, അടക്കം. ഓക്കെ, അപ്പോ ഐഡന്റിഫിക്കേഷന് വേണ്ടിയിട്ട്, ഓക്കെ, തിരിച്ചറിയാനായിട്ടുള്ള, അതായത് മൃതദേഹം തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു ഡെഡ് ബോഡി സൂക്ഷിക്കുന്നത് മോർച്ചറിയിലാണ്. പിന്നെ റിമൂവലിന് വേണ്ടിയിട്ട് ഓട്ടോപ്സി, ബറിയൽ, ക്രിമേഷൻ, ഇതിനൊക്കെ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതുപോലെ തന്നെ പോസ്റ്റ് ഡെത്ത് റിച്വൽ ഒക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഡെഡ് ബോഡീസിനെ പ്രിസർവ് ചെയ്യുന്ന സ്ഥലത്തെയാണ് നമ്മൾക്ക് എന്ത് പറയാ? മോർച്ചറി എന്ന് പറയാം. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, the next one, the term morgue is derived from the French word morgue,
which means to look solemnly defy. Okay, defy. Okay. The term morgue is derived from the French word morgue, which means to look solemnly, to defy. Morgue is mostly used in Northern American English, while mortuary is more common in British English. Okay. അതായത് ഈ മോർഗ് എന്ന് പറയുന്ന ആ ഒരു ടേം ഡിറൈവ് ചെയ്ത് വന്നിരിക്കുന്നത് ഫ്രഞ്ച് വേർഡ് ആയിട്ടുള്ള മോർഗിൽ നിന്നാണ്. സെയിം വേർഡ് ആണ് കേട്ടോ. അപ്പൊ മോർഗ് എന്ന് പറയുന്ന ഇമ്പോർട്ടന്റ് ആണ് ഞാനിപ്പോ പറയുന്നത്. തേർഡ് പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. മോർഗ് എന്ന് പറയുന്ന പദം അല്ലെങ്കിൽ ആ ഒരു വേർഡ് ഡിറൈവ് ചെയ്തിരിക്കുന്നത് ഏത് വേർഡിൽ നിന്നാണെന്ന് ചോദിക്കാം. ഫ്രഞ്ച് വേർഡിൽ നിന്നാണ്. അതിന്റെ അർത്ഥം എന്താണ്? ടു ലുക്ക് സോളമൻലി ടു. എന്താണ് മീനിങ്? ടെക്സ്റ്റിലില്ലേ? മീനിങ് ടെക്സ്റ്റിലില്ല. മീനിങ് ഒന്ന് നിങ്ങൾ കൂട്ടിച്ചേർത്തോളൂ കേട്ടോ. വിച്ച് മീൻസ് ടു ലുക്ക് സോളമൻലി. സോളംലി ഞാൻ സ്പെല്ലിംഗ് പറഞ്ഞു തരാം. SOLEMNLY. SOLEMNLY. Okay. To defy. 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 Okay. To look solemnly, to defy എന്ന് പറഞ്ഞാല് ഗൗരവത്തോടെ നോക്കുക എന്നുള്ളതാണ്. ഗൗരവത്തോടെ നോക്കുക അല്ലെങ്കിൽ സീരിയസ് ആയിട്ട് നോക്കുക എന്നുള്ളതാണ് അതിന്റെ മീനിങ് കേട്ടോ. കറക്റ്റ്. അതായത് ടു ഹോൾഡ് സീരിയസ്ലി. മൃതദേഹം കാര്യമായിട്ട് സീരിയസ് ആയിട്ട് സൂക്ഷിക്കുക. ഓക്കെ. നമ്മൾ ലാഘവത്തോടെ കാണാനായിട്ട് പറ്റില്ല. ഒരു ഡെഡ് ബോഡി നമ്മൾ പ്രിസർവ് ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഗൗരവത്തോടെ വേണം നമ്മളത് സൂക്ഷിക്കുന്നതിന് കേട്ടോ. അപ്പൊ അതിന്റെ മീനിങ് ആണത് കേട്ടോ. ഓക്കെ. ഇനി മോർഗ് എന്ന് പറയുന്ന പദം ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് നോർത്തേൺ അമേരിക്കൻ ഇംഗ്ലീഷിലാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് ഏതാണ്? ഒന്നുകൂടി പറയാം. വിച്ച് മീൻസ് ടു ലുക്ക് സോളംലി ടു ഡിഫി. SOLEMNLY to DEFY. ഡിഫി. അതായത് ഗൗരവത്തോട് നോക്കുക അല്ലെങ്കിൽ സീരിയസ് ആയിട്ട് നോക്കുക എന്നുള്ളതാണ് അതിന്റെ മീനിങ് വരുന്നത് കേട്ടോ. അതായത് മൃതദേഹം നമ്മൾ വളരെ ലാഘവത്തോടെ കൈകാര്യം ചെയ്യാനായിട്ട് പാടില്ല. അതിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അതാണ് അതിന്റെ എക്സ്പ്ലനേഷൻ. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നോർത്തേൺ അമേരിക്കൻ, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് ഏതാണ്? ബ്രിട്ടീഷ് ഇംഗ്ലീഷ് അല്ലേ? നമ്മൾ ഉപയോഗിക്കുന്നത് ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടങ്ങളിൽ കോമൺ ആയിട്ട് പറയുന്നത് മോർച്ചറി എന്നാണ്. നമ്മൾ മോർഗ് എന്ന് പറയാറില്ല അല്ലെ? മോർഗ് എന്ന് പറയുന്നവരാരാണ്? വടക്കേ അമേരിക്കൻ ഇംഗ്ലീഷ് ആണ് അല്ലെ? അവിടെ അതായത് നോർത്തേൺ അമേരിക്കയിലൊക്കെ, അതായത് നമ്മുടെ വടക്കേ അമേരിക്കൻ രാജ്യങ്ങളിലൊക്കെ കൂടുതലായിട്ട് മോർച്ചറിക്ക് പറയുന്ന പേരെന്ന് പറയുന്നത് മോർഗ് എന്നാണ്. അവിടെ മോർച്ചറി എന്ന് പറയില്ല. ഓക്കെ. ഇപ്പൊ രണ്ട് രീതിയിലുള്ള വ്യത്യാസങ്ങളുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്നത് ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ആയതുകൊണ്ടാണ് നമ്മൾ മോർച്ചറി എന്ന് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ. മൂന്ന് പോയിന്റും ക്ലിയർ ആയോ? ഓക്കെ. അപ്പോ എന്താണ് ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഡെഡ് ബോഡീസ് വെയിറ്റ് ചെയ്യുന്നത് ഐഡന്റിഫിക്കേഷന് വേണ്ടിയിട്ടും റിമൂവലിന് വേണ്ടിയിട്ടും ഓട്ടോപ്സി, ബറിയൽ, ക്രിമേഷൻ ഓർ സം അതർ പോസ്റ്റ് ഡെത്ത് റിച്വൽ. ഓക്കെ. ഓക്കെ ആണല്ലേ? ദെൻ അടുത്തത് നീഡ് ഫോർ മോർച്ചറി. ഓക്കെ. ഇപ്പൊ നിങ്ങൾ എല്ലാവരും മോർച്ചറി മനസ്സിൽ കണ്ടുകൊണ്ടല്ലേ ഇത് മനസ്സിലാക്കിയത്? ആണോ? എല്ലാവരുടെ മനസ്സിലുണ്ടായിരുന്നോ? ആണല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ. 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 ഇനി മോർച്ചറിയുടെ ആവശ്യകത എന്താണെന്നാണ് കേട്ടോ പറയുന്നത്. നീഡ് ഫോർ മോർച്ചറി. ഓക്കെ. ഫസ്റ്റ് പോയിന്റ്, it is necessary for the hospital administration that a suitable provision shall be made in a dubious place where the dead body can be placed.
പെൻഡിങ് ഫൈനൽ ഡിസ്പോസൽ ഓർ ടു റൂൾ ഔട്ട് ദ കോസ് ഓഫ് ഡെത്ത്. എന്താണ് പറയുന്നത്? അതായത് ഡൂബിയസ് പ്ലേസ് എന്ന് പറഞ്ഞാല് അൺക്ലിയർ പ്ലേസ് എന്നാണ് കേട്ടോ മീനിങ്. അൺക്ലിയർ പ്ലേസ് അതായത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ടത്, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പ്രധാനമായിട്ടും എന്താ പറയാ ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യമാണ് ഈ മോർച്ചറി എന്ന് പറയുന്നത് ഒരു ഡൂബിയസ് പ്ലേസിലായിരിക്കണം, അൺക്ലിയർ പ്ലേസിലായിരിക്കണം. അവിടെയാണ് ഈ ഡെഡ് ബോഡീസ് പ്ലേസ് ചെയ്യുക. ഓക്കെ, അത് ഒന്നില്ലെങ്കിൽ ഫൈനൽ ഡിസ്പോസൽ, അല്ലെങ്കിൽ ഫൈനൽ ഡിസ്പോസലിന് പെൻഡിങ് ആയിരിക്കുന്ന ഡെഡ് ബോഡീസ്, അല്ലെങ്കിൽ മരണകാരണം അറിയുന്നതിന് വേണ്ടിയിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഡെഡ് ബോഡീസ് ഒക്കെ പ്ലേസ് ചെയ്യേണ്ടത് ഒരു അൺക്ലിയർ പ്ലേസിലായിരിക്കണം. മീൻസ് ഡൂബിയസ് പ്ലേസ്. നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോകുന്ന ആളുകളാണ് അല്ലെ? അപ്പൊ നിങ്ങൾ എവിടെയെങ്കിലും ഹോസ്പിറ്റലിന്റെ ഫ്രണ്ട് ഭാഗത്ത്, അതായത് ഫ്രണ്ട് പോർഷനില് മോർച്ചറി കണ്ടിട്ടുണ്ടോ? ഇല്ല. അതായത് ഒരു അവ്യക്തമായിട്ടുള്ള, ഇതാണ് അൺക്ലിയർ എന്ന് പറയുന്നത്, ഡ്യൂബിയസ്. ഒരു അവ്യക്തമായിട്ടുള്ള സ്ഥലത്തായിരിക്കും ഈ മോർച്ചറി ഇരിക്കുന്നത്. ആരാലും അധികം ശ്രദ്ധിക്കപ്പെടാതെ പെട്ടെന്നൊന്നും എത്തിച്ചേരാത്ത രീതിയിലായിരിക്കും എന്ത് ചെയ്തിരിക്കുക. അതായത് ആ ഹോസ്പിറ്റലിന്റെ ഏതെങ്കിലും ഒരു മൂലയില് കുറച്ചും കൂടി വിശാലമായിട്ടുള്ള ഭൂമിയില്, അല്ലെങ്കിൽ കുറച്ചും കൂടി വിശാലമായിട്ടുള്ള സ്ഥലത്തായിരിക്കും ഈ മോർച്ചറി ഉണ്ടായിരിക്കുക. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പോ ഈ ഒരു എന്താ പറയാ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഒരു ഡൂബിയസ് പ്ലേസിലായിരിക്കണം ഈ മോർച്ചറി ഉണ്ടായിരിക്കേണ്ടത്. ഓക്കെ, പിന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഒരു ആവശ്യകതയാണ് എന്ത്? ഈ മോർച്ചറി ഉണ്ടായിരിക്കേണ്ടത്. അതുപോലെ തന്നെ പലതരത്തിലുള്ള, അതായത് മരണകാരണം അറിയുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ ഫൈനൽ ഡിസ്പോസലിനും വേണ്ടിയിട്ട് കാത്തുകിടക്കുന്ന മൃതദേഹങ്ങൾ സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലമാണിത് മോർച്ചറി. പോയിന്റ് ക്ലിയർ ആയോ? ഇതിന് ഒരൊറ്റ പോയിന്റ് ആണ്, ഡൂബിയസ് പ്ലേസിലായിരിക്കണം മോർച്ചറി എന്ന് പറയുന്നത്. ഓക്കെ, നമ്മള് ചിലപ്പോ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ ആ ഭാഗത്തേക്ക് ശ്രദ്ധിക്കുക കൂടിയില്ല അല്ലെ? ആ ഭാഗത്തേക്ക് നമ്മൾ പോവാനായിട്ട് താല്പര്യപ്പെട്ടോ? പേടിയായിരിക്കില്ലേ? മിക്ക അതിലും ഫോറൻസിക് സർജന്മാര് അല്ലെങ്കിൽ പോലീസ് അവരൊക്കെ അവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പൊ നമുക്കറിയാൻ പറ്റും അതാണ് മോർച്ചറി. അല്ലെങ്കിൽ പോലീസോ അല്ലെങ്കിൽ മറ്റു പല ആളുകളോ നിൽക്കുമ്പോഴായിരിക്കും നമ്മൾ ആ ഒരു വാതിലിന്റെ ഡോറിൽ മോർച്ചറി എന്ന് എഴുതിയിരിക്കുന്നത് കാണുന്നത്. അപ്പൊ തന്നെ നമ്മുടെ കണ്ണ് വേറെ സ്ഥലത്തോട്ട് ചലിപ്പിക്കും, തല തിരിക്കും നമ്മൾ, അത് കാണണ്ട എന്നുള്ള രീതിയിൽ. അങ്ങനെയല്ല എല്ലാവർക്കും, എനിക്ക് അങ്ങനെയാണ് കേട്ടോ, അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഓക്കെ, then next point കേട്ടോ. A precisely planned mortuary complex is beneficial to all those who come in contact with police, doctors, medical students, staff and the relatives of the dead. അതായത് ഒരു എക്സാക്റ്റ് ആയിട്ടുള്ള മോർച്ചറി എന്ന് പറയുന്നത് ആർക്കൊക്കെയാണ് ബെനിഫിഷ്യൽ ആകുന്നത്? ഒരു മോർച്ചറി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു മോർച്ചറി കോംപ്ലക്സ് ഉണ്ടെങ്കിൽ അത് പലതരത്തിലുള്ള ആളുകൾക്ക് ബെനിഫിഷ്യൽ ആണ് അല്ലെ? ഒരു ഡെഡ് ബോഡീസ് പ്രിസർവ് ചെയ്തിരിക്കുന്ന സ്ഥലം ഉണ്ടെങ്കിൽ അത് പലർക്കും ബെനിഫിഷ്യൽ ആണ്. ആർക്കൊക്കെയാണ്? പോലീസിന് അല്ലെ? മൃതദേഹങ്ങൾ, അതായത് ഇപ്പൊ ഒരു ആക്സിഡന്റ് പറ്റി, അല്ലെങ്കിൽ ഒരു കൊലപാതകം, അല്ലെങ്കിൽ ഒരു ആത്മഹത്യ, അതുമായി ബന്ധപ്പെട്ട ഒരു മൃതദേഹമാണ് ഉള്ളതെങ്കിൽ അത് സൂക്ഷിക്കുന്നതിന് മോർച്ചറി ആവശ്യമാണ്. അപ്പൊ പോലീസിനെ ഹെൽപ്പ് ചെയ്യുന്നു. അവർക്ക് എന്ത് ചെയ്യണ്ട? ഈ മൃതദേഹം താങ്ങി പിടിച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ പോകണ്ട അല്ലെ? മോർച്ചറി ഇല്ലെങ്കിൽ എന്താ പറ്റുക? പോലീസ് എന്ത് ചെയ്യേണ്ട വരും? അത് ഒരിടത്ത് ഹോൾഡ് ചെയ്യേണ്ട വരും അല്ലെ? സൂക്ഷിച്ചു വെക്കേണ്ട വരും. അപ്പോ അതുകൊണ്ട് തന്നെ പോലീസിന് ഇത് ബെനിഫിഷ്യൽ ആണ്. അതുപോലെ തന്നെ ഡോക്ടേഴ്സിന് മരണകാരണം അറിയുന്നതിന് വേണ്ടിയിട്ട് ഡോക്ടേഴ്സിന് ബെനിഫിഷ്യൽ ആണ്. മെഡിക്കൽ സ്റ്റുഡൻസിന്, അതെ, മെഡിക്കൽ സ്റ്റുഡൻസ് എന്ത് ചെയ്യുന്നുണ്ട്? എന്താ ചെയ്യാ മെഡിക്കൽ സ്റ്റുഡൻസ്? ഡെഡ് ബോഡീസ് പഠിക്കുക അല്ലെ? അവരുടെ സ്റ്റഡീസുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും അറിയുന്നതിന് അവരെന്ത് ചെയ്യാറുണ്ട്? ഡെഡ് ബോഡീസ് വെച്ചിട്ട് പഠിക്കാറുണ്ട് അല്ലെ? ഓക്കെ, അപ്പൊ മെഡിക്കൽ സ്റ്റുഡൻസിന് ബെനിഫിഷ്യൽ ആണ്. അതുപോലെ തന്നെ മറ്റു പല സ്റ്റാഫുകൾക്ക്, പിന്നെ അതുപോലെ തന്നെ മരിച്ച ആളുടെ ബന്ധുക്കൾക്ക് വന്ന് ഐഡന്റിഫൈ ചെയ്യാനും ഇതാണ് മോർച്ചറി എന്ന് പറയുന്നത് ബെനിഫിഷ്യൽ ആണ്.
ഓക്കെ, അതാണ് രണ്ടാമത്തെ പോയിന്റ് കേട്ടോ. നമുക്ക് മൂന്നാമത്തെ പോയിന്റ് നോക്കാം. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. Provision of mortuary facilities and services in a hospital also has an important bearing with regard to public relation of the hospital. പിന്നെ അതുപോലെ തന്നെ മോർച്ചറി സൗകര്യങ്ങൾ എന്ന് പറയുന്നത് പബ്ലിക് റിലേഷൻ കൂട്ടുന്നതിന് കാരണമാണ് അല്ലെ. മോർച്ചറി സൗകര്യങ്ങൾ എന്താണ്? പബ്ലിക് റിലേഷൻ കൂട്ടുന്നതിന് കാരണമാണ്. നമുക്കറിയാം, അതായത് ജനങ്ങൾക്ക് കൂടുതലായിട്ട്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ വിദേശത്തുള്ള മക്കളുടെ അമ്മ മരിച്ചെന്ന് വിചാരിക്കുക. ഫാമിലി, അതായത് അവരൊറ്റയ്ക്കായിരുന്നു താമസിച്ചിരുന്നത്, വിദേശത്താണ് മക്കളൊക്കെ, പെട്ടെന്ന് മരിച്ചു. ഓക്കെ, അപ്പോ അവര് വരുന്നത് വരെ എന്ത് ചെയ്യണം? ഇത് പ്രിസർവ് ചെയ്ത് സൂക്ഷിക്കേണ്ടതുണ്ട്. വീട്ടിൽ നമുക്ക് സൂക്ഷിക്കാൻ പറ്റുമോ? വീട്ടിൽ സൂക്ഷിക്കാൻ പറ്റുമോ? ഫ്രീസറിങ് സൗകര്യം വേണോ? അല്ലെ, എന്നാൽ മാത്രം ഫ്രീസർ ഉണ്ട്, അത് മാത്രമാണ് നമുക്ക് അവര് വരുന്നത് വരെ ഈ ഒരു ഡെഡ് ബോഡി നമുക്ക് സൂക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പോ അത്തരത്തിൽ, അതായത് ജനങ്ങൾക്ക് അല്ലെങ്കിൽ പബ്ലിക് റിലേഷൻ കൂട്ടുന്നതിന് എന്ത് കാരണമാണ്? ഈ ഒരു മോർച്ചറി കാരണമാണ്. ഓക്കെ, ഇപ്പൊ പബ്ലിക് റിലേഷൻ കൂട്ടുന്നതിന് ഒരു ഇതായിട്ട് മോർച്ചറി നിലകൊള്ളുന്നു. ഓക്കെ, അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, much of the sentiments value are attached to the dead body of the person with the socio and medico-legal importance attached to the mortuary of the hospital. Therefore, establishment and management of a mortuary is of significance to every hospital. Okay, അതുകൊണ്ട് നമുക്ക് പറയാം കേട്ടോ. അതായത് ഈ ഡെഡ് ബോഡി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതൊരു എന്താണ്, ഇമോഷണൽ അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ സെന്റിമെന്റ്സ് വാല്യൂ ഉണ്ട് അതിനല്ലേ. നമുക്ക് എല്ലാവർക്കും അറിയാലോ. ഓക്കെ, ഒരു മരിച്ച ആളുടെ മൃതദേഹം അല്ലെങ്കിൽ ആ ഒരു ഡെഡ് ബോഡി നമ്മൾ കാണുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ഇമോഷണൽ അറ്റാച്ച്മെന്റ് ആണ് നമുക്ക് ഉണ്ടാവുക. അപ്പൊ ഇത്തരത്തിൽ, അതായത് ഇതിന് പല രീതിയിലുള്ള വശങ്ങളുണ്ട്. ഒരു ഡെഡ് ബോഡി എന്ന് പറയുമ്പോൾ, ഒരാൾ മരിച്ചു കഴിയുമ്പോൾ പലതരത്തിലുള്ള കാരണങ്ങൾ ഉണ്ടാവാം. അതായത് ചിലപ്പോ അയാൾ നോർമലി ആയിരിക്കും ഡെത്ത് ആയിരിക്കാം, ചില ആളുകളാണെങ്കിൽ ആക്സിഡന്റിൽ ആയിരിക്കും ഡെത്ത് ആയിരിക്കാം, ഇനി ചില ആളുകളാണെങ്കിൽ മർഡർ ആയിരിക്കാം, ചില ആളുകൾ സൂയിസൈഡ് ആയിരിക്കാം. അപ്പോ ഇത്തരത്തിലുള്ള ഡെഡ് ബോഡീസ്, അതായത് അപ്രതീക്ഷിതമായിട്ടുള്ള മരണങ്ങളൊക്കെ നമുക്ക് വരുമ്പോൾ അതിനൊരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് കൂടുതലാണ്. അപ്പോ അത്തരത്തിലുള്ള എന്താണ് പറയാ, അതിനൊരു സാമൂഹികപരമായിട്ടുള്ള ഒരു വശമുണ്ട്. സോഷ്യോ, അതാണ് അവിടെ പറയുന്നത്. സാമൂഹികപരമായിട്ടുള്ള ഒരു വശമുണ്ട്. അതുപോലെ തന്നെ എന്താണ്, ഒരു മെഡിക്കോ ലീഗൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതായത് ഇപ്പോ ആക്സിഡന്റ് പറ്റി, അല്ലെങ്കിൽ ഒരു മർഡർ അറ്റംപ്റ്റിന് വിധേയമായി, അല്ലെങ്കിൽ ഒരു എന്താ പറയാ സൂസൈഡ് ചെയ്തു, ഇങ്ങനെയുള്ള കേസുകളിലൊക്കെ എന്താണ്, നിയമപരമായിട്ടുള്ള വശങ്ങൾ ഉണ്ടാകാം, അല്ലെങ്കിൽ എന്താ പറയാ ഒരു വൈദ്യശാസ്ത്രപരമായിട്ട് മെഡിക്കോ ഇതിലുള്ള വശങ്ങൾ ഉണ്ടാകാം. അങ്ങനെയുള്ള ധാരാളം വശങ്ങൾ ഉണ്ടാവാം. അപ്പോ ഇത്തരത്തിലുള്ള ഡെഡ് ബോഡീസിനോട് നമ്മൾക്ക് ഇമോഷണൽ അറ്റാച്ച്മെന്റ് തോന്നുക എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ മോർച്ചറി എന്ന് പറയുന്നത്, മോർച്ചറി സ്ഥാപിക്കുന്നതും അതുപോലെ തന്നെ അത് കൈകാര്യം ചെയ്യുന്നതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് മോർച്ചറി എന്ന് പറഞ്ഞാല്, അല്ലെങ്കിൽ അതെന്ന് പറയുന്നത് ആളുകളുടെ ഇമോഷണൽ അറ്റാച്ച്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. പല രീതിയിലുള്ള കാരണങ്ങൾ കൊണ്ട് എന്ത് ചെയ്യാം, മരണം സംഭവിക്കാം. അതിന് സാമൂഹികപരമായിട്ടുള്ള ചില വശങ്ങളുണ്ട്. ഇപ്പോ നമുക്കറിയാം, ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് അഹമ്മദാബാദ് പ്ലെയിൻ ക്രാഷ് അല്ലെ. നമ്മളൊക്കെ ന്യൂസിൽ ഒന്ന് രണ്ടാഴ്ച മുമ്പ് കണ്ടതാണ് അല്ലെ. അതായത് ആളുകളുടെ മൃതദേഹം അത് എടുത്തിട്ട് അവിടെയുള്ള അടുത്തുള്ള മെഡിക്കൽ കോളേജിലാണ് അത് പ്രിസർവ് ചെയ്ത്, അതിന്റെ മോർച്ചറിയിലാണ് പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ പല തരം ആളുകളെയും, അല്ലെങ്കിൽ പല ടൈപ്പുള്ള ആളുകളെയും തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. അപ്പോ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും, ന്യൂസിൽ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്, ആ മോർച്ചറിക്ക് മുന്നിൽ, അല്ലെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലിന്റെ മോർച്ചറിക്ക് മുന്നിൽ എത്രമാത്രം ആളുകളാണ് വന്ന് നിറഞ്ഞു നിൽക്കുന്നത് അല്ലെ. പല ആളുകളും DNA സാമ്പിൾ കൊടുക്കാനൊക്കെയാണ് ഹോസ്പിറ്റലിൽ വരുന്നത്. അപ്പോ അത് ഡെഡ് ബോഡിയുമായിട്ട് മാച്ച് ചെയ്തിട്ടാണ് അവർക്ക് ആ ഒരു ബോഡി വിട്ടുകൊടുക്കുന്നത്. അപ്പൊ അതിന് സാമൂഹികപരമായിട്ടുള്ള വശങ്ങളുണ്ട്. അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് അറിയാനുള്ള ഒരു എന്താ പറയാ കോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഒരു ത്വരയുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള വികാരങ്ങളൊക്കെ എന്താണ്, ഡെഡ് ബോഡീസിൽ അറ്റാച്ച്ഡ് ആണ്. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണോ? ഓക്കെ,
ഇപ്പൊ നമ്മുടെ സമയം കഴിഞ്ഞു കേട്ടോ. അടുത്തതും കൂടി എനിക്ക് എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ സമയമില്ല. അടുത്തത് നമുക്ക് ഫ്രൈഡേ എടുക്കാം കേട്ടോ, വെള്ളിയാഴ്ച എടുക്കാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ, ഞാൻ മൈക്ക് ഓൺ ചെയ്യാം. മൈക്ക് ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. മാം ഒരു സംശയം, നമ്മുടെ ഈ മോർഗിന്റെ മീനിങ് അല്ലേ മാം, മീൻസ് സോളമൻലി ടു ഡിഫീൻ മോർഗിന്റെ മീനിങ്? ഓക്കെ. അതായത് ഒരു ഡെഡ് ബോഡി എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾക്ക് അതിൻ്റെതായിട്ടുള്ള സീരിയസ് അല്ലെങ്കിൽ ആ ഒരു ഇതിനോടുകൂടി കാണണം. അപ്പൊ അത്തരത്തിലുള്ള മൃതദേഹങ്ങൾ പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് മോർച്ചറി. താങ്ക് യു. ഡൗട്ട് ഒന്നുമില്ല അല്ലേ? അപ്പൊ നന്നായിട്ട് വായിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ താങ്ക് യു കേട്ടോ. താങ്ക് യു. താങ്ക് യു മാം.